കണ്ടെന്നറിയാൻ. പക്ഷേ അങ്ങനെ തന്നെ അറിയാൻ മേലാഞ്ഞിട്ടാ. മോളിലിരിക്കുന്ന പുള്ളിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ ജോണിയെ കിട്ടത്തില്ല. എന്റെ പിസ്റ്റളി ഞാനൊരു ബുള്ളറ്റ് കരുതിയിട്ടുണ്ട്. കാഴ്ച തീർത്തും നഷ്ടപ്പെടുന്ന ദിവസം താഴെ ഇവിടെ ചേർത്ത് വെച്ച് ഒറ്റ താങ്. അങ്ങനൊരു തീരുമാനം അത് വേണ്ട. രണ്ട് കണ്ണുകളുള്ള ഒരാൾ ഉണ്ടായല്ലോ ജോണിയുടെ കൂടെ ജീവിക്കാൻ. അതുപോരെ? വേണ്ട ടീച്ചറെ, അങ്ങനെ ആർക്കും ഒരു ഭാരമായിട്ട് കഴിയാൻ ജോണിക്ക് പറ്റത്തില്ല. അതൊരു എന്നാ പറയുന്നേ, ഈഗോ പ്രശ്നമാണ്. ജോണി വേണ്ട. ഈ നിമിഷത്തിൽ ഒന്ന് ചേർത്ത് നിർത്താൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. കണ്ട അന്ന് തൊട്ട് മനസ്സിനെ ശാസിച്ചു നിർത്തുകയായിരുന്നു. വെളുപ്പാങ്കാലത്ത് കണ്ട ധ്രുവ നക്ഷത്രം പോലെ നേരെ ചൊവ്വയെ കാണാൻ കഴിയും മുമ്പേ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകില്ലേ? നിന്റെ ഈ കണ്ണീര് കാണാൻ വയ്യാഞ്ഞിട്ടാ ഞാനൊന്നും പറയാതിരുന്നേ. എന്തു തന്നെ ആയാലും എന്റെ അടുത്ത് ഒളിച്ചു വെക്കാൻ തോന്നിയല്ലോ അച്ചായന്. കളയടാ മോനെ, വിധി പോലെ വരട്ടെ. അല്ലാതെ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നോക്ക്, ഇനി എത്ര കാലം നിന്നെ ഇതുപോലെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് നിനക്കൊരു കൂട്ടുണ്ടാവുമെന്ന് എനിക്ക് കാണണം. എനിക്ക് വേണ്ട അച്ചായൻ, എനിക്കിനി ഒന്നും വേണ്ട. വേണം, എനിക്ക് വേണ്ടി. ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. അവിടെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണിലെ വെളിച്ചം പോകുമെന്ന് എനിക്ക് ഉറപ്പാ. നോക്കൂ മിസ്റ്റർ ജോണി, ചാന്ദിനിയുടെ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. ഒന്നാമത് അവർക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിന്നും എത്രയും വേഗം ഞങ്ങൾക്ക് അവളെ കൂടെ കൊണ്ടുപോയാൽ മതി എന്നാ. അവരെ തമ്മിൽ പിരിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കല്ല സാറേ. അവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ട. അപ്പൊ പിന്നെ നമ്മളതങ്ങ് നടത്തുകയല്ലേ ഭംഗി. ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പ്രായത്തിന്റെ ഓരോ ബുദ്ധിമോശം. നമ്മളതങ്ങനെ എടുത്താൽ മതി. ഈ ഒരു മോൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. വന്നിടത്തോളം വന്നു. ഇനിയെങ്കിലും അവളുടെ ഭാവി ഞങ്ങൾ നോക്കണ്ടേ? അവൻ എന്റെ അനിയനായതുകൊണ്ട് പറയുകയല്ല. അവൻ നല്ലവനാ. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. 3-4 തലമുറയ്ക്ക് കഴിയാനുള്ള വക അവൻ ഒരുത്തനുള്ളതാ. ഞാനിനി നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടത്? നമുക്ക് ആ വിഷയം വിടാം ജോണി. ശരി സാർ, ബുദ്ധിമുട്ടിപ്പിച്ചാൽ ക്ഷമിക്കണം. ആകെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്ന കൊതിയായിരുന്നു അവരുടെ വിവാഹം. അതുകൊണ്ട് അവന്നിങ്ങനെ കാഴ്ച കൈവിട്ടു പോകുന്ന ഒരുത്തന്റെ അത്യാഗ്രഹമായിട്ട് കൂട്ടിയാൽ മതി. അവരുടെ രണ്ടിനെയും കരച്ചിൽ കാണിച്ചു തന്നിട്ടേ ഈ കണ്ണ് വരട്ടെ സാർ. ജോണി, അങ്ങോട്ട് അങ്ങോട്ട്. ജോണി പ്രൊഫസർ സാമുവൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. ഹലോ സാർ, വെൽക്കം വെൽക്കം. സത്യത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമല്ല, നിങ്ങൾ ഇന്ന് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. അല്ല, പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് ഇതില്ല. ആൻഡ് ഇറ്റ്സ് എ സ്പെഷ്യൽ പ്രസന്റ് ഫോർ മീ. ജോണി വാക്കർ. ഓ, താങ്ക് യു, താങ്ക് യു. ഞാൻ എന്റെ യാത്ര മറ്റന്നാളത്തേക്ക് മാറ്റി. അപ്പൊ നാളെ എന്റെ വീട്ടിൽ നവദമ്പതികൾക്ക് ഒരു പാർട്ടി. ഓക്കെ ഓക്കെ. ഇതെന്ത് വിവാഹമാണോ ഈ രാത്രി? എന്താ ഇതിന്റെ രീതി? ഇത് നമ്മുടെ രീതി. അല്ലെങ്കിൽ തന്നെ ചടങ്ങിൽ എന്താ സാറേ കാര്യം? പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് തമ്മിൽ ചേരുമ്പോ മാക്സിമം ഒരു മിനിറ്റ്. പിന്നെ സ്നേഹമുള്ള കുറച്ചുപേരെ തന്നെ സാക്ഷിയായിട്ടുണ്ടാവുക. അതിനും പോലെ. അല്ല, അല്ലെങ്കിലും തന്റെ എല്ലാ കാര്യത്തിനും ഒരു രീതി ഉണ്ടല്ലോ. എല്ലാ പിള്ളേരും പറയുന്ന പോലെ എല്ലാം ജോണി വാക്കർ സ്റ്റൈൽ. നമസ്കരിക്കാം.
എന്താ ജോണി? കണ്ണ് ചതിക്കോ? ഏയ്, കർത്താവേ, അതിനും പറഞ്ഞെത്തിയാൽ മതിയായിരുന്നു. ഇല്ല ജോണി, ഒന്നും വരില്ല. ഇതെന്താ ജോണി? ഇല്ല ബോബി, അവനും എത്തിയില്ല. അതിന് ടൈം ആകണല്ലേ ഉള്ളു മോനെ. എന്തോന്ന് ടൈം? He will come. അവനിങ് എത്താതെ എങ്ങനെ ഇപ്പോ? Don't worry. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിട്ടേക്കും. എന്നെ ഒന്നും ചെയ്യരുത്. എന്നടാ ബോബി, ബോബി? ബോബി